ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുഹമ്മദ് മിസിയാനായിട്ടാണ്. മുഹമ്മദ് മിസിയാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എത്ര മാസമായി? 7 മാസമല്ലേ ആയത്. നാട്ടിലിപ്പം നിങ്ങളിവിടെ ഇപ്പോൾ സ്കൂളിൽ ചേർന്നല്ലോ. ആ സ്കൂൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നാട്ടിലെ സ്കൂളാണോ നല്ലത്, ഇവിടുത്തെ സ്കൂളാണോ നല്ലത്, നല്ല എഡ്യൂക്കേഷൻ എവിടെയാണ് തരുന്നത്, മിസ്സുമാർ എവിടുത്തെയാണ് നല്ലത് എന്നൊന്ന് ഫ്രണ്ട്സ് ആരൊക്കെയാണ് നല്ലത്, മിസ് ചെയ്യുന്നുണ്ടോ ഫ്രണ്ട്സിനെ, എന്തൊക്കെയാണ് നാട്ടിലെ സ്കൂളും ഇവിടുത്തെ സ്കൂളും തമ്മിലുള്ള വ്യത്യാസം താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് ട്രിനിറ്റിയിലെ സ്കൂളിലെ മിസ്സിനെയൊക്കെ ഇഷ്ടം. പക്ഷെ കൂട്ടുകാരികളെ ഇഷ്ടം. പക്ഷെ ഇവിടെ കൊള്ളില്ല. ഇവിടെ വടിയും ഇതൊന്നും പിടിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ വടി പിടിക്കുന്നത് ആര്? മിസ്സുമാര്. അപ്പൊ ഈ വടി പിടിക്കുന്ന മിസ്സുമാരെയാണോ ഇഷ്ടം? അതെന്തുകൊണ്ടാണ് വടി പിടിക്കുന്ന മിസ്സുമാരെ? നന്നായിട്ടല്ലേ പഠിപ്പിക്കുന്നത്, പക്ഷെ ഇവര് നന്നായിട്ടല്ല പഠിപ്പിക്കുന്നത്. എന്ത് വടി പിടിച്ചാലേ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുള്ളൂ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാര്യം? പഠിച്ചില്ലേ മിസ്സുകളെല്ലാം തല്ലല്ലേ ചെയ്യുന്നത്. ഇതാണെ തല്ലില്ല, വിടും, വെറുതെ വിടും. അപ്പൊ ട്രെയിൻ ഒന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതാണെന്ന്. അത് ഇനിയിപ്പം നമുക്കത് മാറ്റാൻ എങ്ങനെ, എന്ത് ചെയ്യാം? പോയി നാട്ടിൽ ചേരണം. പോകും. അപ്പൊ നാട്ടിൽ പോയി ട്രെയിനിൽ ചേർന്നാലേ ഇനി ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഓക്കെ. താങ്കളുടെ സിസ്റ്ററുടെ എഡ്യൂക്കേഷൻ എങ്ങനെ പോണു? അവര് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, അതോ അവരുടെ എഡ്യൂക്കേഷൻ കുറെ ഫ്ലോപ്പ് ആണോ? എന്താ അവസ്ഥ? എഡ്യൂക്കേഷൻ തെറ്റാ. അവൾക്കും അത് ഇഷ്ടമല്ല. അവിടെയും വടി എടുക്കത്തില്ല. അവിടെയും വടി എടുക്കുന്നില്ല. അവരുടെ എഡ്യൂക്കേഷൻ പോരാ. നാട്ടിൽ തന്നെ മതി. പക്ഷെ ഇന്നലെ ഞാൻ നോട്ടീസ് ചെയ്ത് അവര് ഖുറാന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഓതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ കുറച്ച് നന്നായിട്ട് അതൊക്കെ ഖുറാൻ റെസിറ്റേഷനൊക്കെ അവർ നന്നായി ചെയ്യുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് പഠിക്കുവാ ചെയ്ത, പള്ളിയിലാ ശരിക്കും, സ്കൂളിലല്ല. സ്കൂളിലൊക്കെ നിസ്കാരം വെച്ചിട്ട് കാര്യമില്ല. പെട്ടെന്നാ നിസ്കാരം കഴിയുന്ന. അപ്പൊ നെക്സ്റ്റ് ഇത് വരും പെട്ടെന്ന്. 5 മിനിറ്റിൽ മിസ്സിന്റെ ഇഷ്ടത്തിന് പെട്ടെന്ന് വരും പഠിപ്പിക്കാൻ. അപ്പൊ താങ്കൾ പറയുന്നത് നിസ്കാരം എന്ന് പറഞ്ഞ വെറും 5 മിനിറ്റത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, പള്ളിയിൽ കുറച്ചു നേരം പോയി പഠിച്ചേക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സ്കൂളിലെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പഠിക്കാനുള്ള ഇടമാണ്. അത് നന്നായിട്ട് ഈ സ്കൂളുകാർ ഉപയോഗിക്കുന്നില്ല. മിസ്സുമാർ പണി കുറയ്ക്കാൻ വേണ്ടി 5 മിനിറ്റത്തേക്കുള്ള സാധനങ്ങൾ പഠിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ. ഇനി നിങ്ങളുടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ആണോ നല്ലത്, അവിടുത്തെ ആണോ നല്ലത്? രണ്ടിടത്തും ഫുഡുണ്ട്. പക്ഷെ സ്കൂളിൽ കൊണ്ട് കഴിക്കുന്നത്, എൻജോയ് ചെയ്യുന്നത് നാട്ടിലെ ട്രിനിറ്റിയിലെ ഫുഡാണോ, അതോ ട്രിനിറ്റി കൊണ്ടുവന്ന ഫുഡാണോ, അതോ ഇവിടെ കൊണ്ടുവന്ന ഫുഡാണോ? ട്രിനിറ്റി കൊണ്ടുവന്ന ഉമ്മൂമ്മയുടെ ഫുഡാണ് ഇഷ്ടം. ഓക്കെ. അപ്പോൾ മിസ്സുമാരുടെ കാര്യം പോരാ. നിങ്ങളുടെ സ്കൂൾ മൊത്തത്തിൽ എങ്ങനെയാണ് കാണാൻ? ട്രിനിറ്റി ആണോ നല്ല? ഇവിടെ മൊത്തത്തിലും പക്ഷെ ആ ട്രിനിറ്റി സ്കൂൾ ലോകം വരില്ല. കുറെ പിള്ളേരുണ്ട്. ഇവിടെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. പിന്നെ ഒരു എൻവറോൺമെന്റ് അത്ര നല്ലതല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ. മൊത്തത്തിൽ അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്കൂളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്കൂളിൽ നിങ്ങളെ മാടി വിളിക്കുന്നു, അവിടുത്തെ ഓർമ്മകൾ മാടി വിളിക്കുന്നു, അവിടുത്തെ ഭക്ഷണം, മിസ്സുമാർ, വടിയുള്ള മിസ്സുമാർ, അവരൊക്കെ നിങ്ങളെ മാടി വിളിക്കുന്നു. അതാണ് നിങ്ങളെ ഓർമ്മകളിലേക്ക് നയിക്കുന്നത് അല്ലേ? ഓക്കെ. ഇത്രയും നേരം എന്നോട് ചിലവിട്ടതിന് നന്ദി.